ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു സംഭവമാണ് ഇറാൻ അമേരിക്ക വാർ. മുമ്പ് ഇസ്രയേലും അതേപോലെ ഹമാസുമായ ഒരു യുദ്ധസമയത്ത് ഖത്തറിൽ മിസൈൽ അയച്ച് അമ്പരിപ്പിച്ച ഒരു രാജ്യമാണ് ഇറാൻ. അന്ന് അമേരിക്ക യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഓടുന്ന ഒരു രംഗമാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വീണ്ടും ലോകം മുഴുവൻ മുൾമുനയിൽ നിൽക്കുന്ന രൂപത്തിൽ ഇറാൻ അമേരിക്ക യുദ്ധം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്നലെ ഇറാൻ പറഞ്ഞത് ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കുമെന്നാണ്. എന്താണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്തകൾ? ഈ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, അമേരിക്കയുടെ ഒരു പ്രേരണയോടെ യൂറോപ്പിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും, അതായത് പല രാജ്യങ്ങളിലായിട്ട് ഗ്ലോബൽ ആക്ഷൻ ഡേ എന്ന ഒരു ഒരു ദിനമായിട്ട് ഇന്നലെ ആചരിക്കുകയായിരുന്നു. അത് ഈ അമേരിക്കയിലെ ഇപ്പം ന്യൂയോർക്കിലെ, അതുപോലെ കാനഡയിലെ ടൊറോണ്ടോ എന്ന് നമ്മൾ പറയുന്ന ടൊറോണ്ടോ എന്ന് പറയുന്ന നഗരത്തിലെ, ഓസ്ട്രേലിയയിലെ, ഇവിടെ എല്ലാം തന്നെ വലിയ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ട് ഇറാനിൽ നിന്നും കുടിയേറിയ ആൾക്കാരെ ഇളക്കിവിട്ട് ഇറാനിലെ ഭരണകൂടത്തിനെതിരായിട്ട് വലിയ പ്രക്ഷോഭങ്ങൾ അമേരിക്ക ലോകമെമ്പാടും സംഘടിപ്പിച്ചു. അതേസമയം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് ചില പ്രതിനിധികൾ തമ്മിൽ ഒമാനിൽ നടക്കുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഒരല്പ പുരോഗതി ഉണ്ടായെന്നാണ് മറ്റൊരു ഭാഗത്ത് നിന്ന് റിപ്പോർട്ട് വരുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, ഈ രണ്ട് തരത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇറാനെ സമീപിക്കുന്നത്. നേരിട്ട് ഇറാനുമായിട്ടൊരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറല്ല എന്ന സൂചനയാണ് നമ്മൾക്ക് ഇപ്പോൾ പുറത്തു വരുന്നത്. പകരം ഈ യുദ്ധതന്ത്രത്തിൽ ഒരു പ്രധാന തന്ത്രമാണ് വാർ ഓഫ് അട്രീഷൻ എന്ന് പറയും. അതായത് ഒറ്റയടിക്ക് വന്ന ഒരു വലിയ യുദ്ധം നടത്താതെ നമ്മൾ ഒരു രാജ്യം വേറൊരു രാജ്യത്തിന്റെ ശക്തി ചോർത്തിക്കളയാനായിട്ട് പതുക്കെ പല രീതിയിൽ ആ രാജ്യത്തെ ആക്രമിക്കുക. അതായത് ഏത് രാജ്യത്തെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ലോക്കലി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുക, അവിടെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള മറ്റു രീതിയിലുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുക, ഉപരോധം ഉണ്ടാക്കുക, ചെറിയ രീതിയിൽ സംഘർഷങ്ങൾ നടത്തുക. അങ്ങനെ കുറേ നാൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഏത് രാജ്യത്തെയാണോ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ ഉദ്ദേശിക്കുമെങ്കിൽ ഇറാൻ ഭരണകൂടത്തിന്റെ ശക്തി പതുക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇറാനെ ഇല്ലാതാക്കുക, ഇറാന്റെ ശക്തി ക്ഷയിച്ചു എന്ന് പൂർണ്ണമായിട്ട് ബോധ്യം വരുമ്പോൾ മാത്രം വലിയ ഒരു യുദ്ധത്തിലേക്ക് കടക്കുക. ഈ ഒരു തന്ത്രമാണ് അമേരിക്ക പയറ്റുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വെനിസ്വേലയിൽ ചോദിച്ചാൽ ഈ ഇറാന്റെ ഉള്ളില് വ്യാപകമായ രൂപത്തിൽ അവിടെ ഗവൺമെന്റിനെതിരെ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും അവിടുത്തെ പണത്തിന്റെ പണസംബന്ധമായിട്ടുള്ള ഇടപാട്, ഡോളറും അവരുടെ ദിനാറാണോ അവിടുത്തെ ഇറാന്റെ റിയാലുമായുള്ള കൈമാറ്റത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം വലിയ തോതിൽ വർധനവുണ്ടായിരിക്കുന്ന സന്ദർഭം, ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അവിടെ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രക്ഷോഭമൊക്കെ വളരെ ശക്തമായ രൂപത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട്. അത് അതിന്റെ ഭാഗം തന്നെയല്ലേ ഈ നടക്കുന്നത്? അതെ, അത് തന്നെ എന്തുകൊണ്ടാണ് റിയാലിന്റെ മൂല്യം ഇത്രയധികം ഇടിഞ്ഞത്? വലിയ പണപ്പെരുപ്പമാണ് ഇറാനില്. അതായത് ഒരു റിയാലിന്റെ മൂല്യം ഒരു ഡോളർ കൊടുത്താൽ ഏതാണ്ട് 12,000-13,000 റിയാലൊക്കെ കിട്ടും. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ ഒരു ഡോളർ കൊണ്ട് 92 രൂപയെ കിട്ടുകയുള്ളൂ. അപ്പം ഡോളറിന്റെ മൂല്യം ഇറാനിയൻ റിയാലിന്റെ മൂല്യത്തെ അപേക്ഷിച്ച് വളരെ വലുതാണ്. അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷം എങ്ങനെ ഉണ്ടായത് ഈ ഇറാന് മേൽ അമേരിക്ക കൊണ്ടുവന്ന ഉപരോധങ്ങൾ നിമിത്തമാണ്. അതായത് ഇറാന്റെ പ്രധാന ഉൽപ്പന്നമായ ക്രൂഡ് ഓയിൽ അവർക്ക് വിൽക്കാൻ പറ്റാതെ, അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ക്രൂഡ് ഓയിൽ വിറ്റിട്ട് വേണം അവർക്ക് ധനസമാഹരണം നടത്താൻ. ഈ ക്രൂഡ് ഓയിലാണ് ഇപ്പം നമ്മുടെ ഇന്ത്യ പോലൊരു രാജ്യത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എക്സ്പോർട്ട് ഐറ്റംസ് എന്ന് പറയുന്നത് പല സാധനങ്ങളും, ഗുഡ്സ് ഉണ്ട്, സർവീസസ് ഉണ്ട്. ആ ഗുഡ്സിനകത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ആപ്പിൾ കമ്പ്യൂട്ടർ, ആപ്പിളിൻ്റെ മൊബൈല്,
അതുപോലെ കമ്പ്യൂട്ടറുകൾ, അങ്ങനെ ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ. പിന്നെ പെട്രോളിയം വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്. അതായത് ക്രൂഡ് ഓയിൽ നമ്മൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിൽ നമ്മൾ ഇവിടെ സംസ്കരിച്ചിട്ട് നമ്മൾ ഡീസല്, പെട്രോള്, ഹൈസ്പീഡ് ഡീസല്, ഏവിയേഷൻ ഫ്യൂവല്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റി തിരിച്ച് നമ്മൾ കയറ്റുമതി ചെയ്യും. അങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളുള്ള ഒരു ബാസ്ക്കറ്റാണ് നമ്മുടേത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് അതൊന്നുമില്ല. ഇറാൻ ഒറ്റ ഉൽപ്പന്നമാണ്. ഈ ക്രൂഡ് വിറ്റിട്ട് അല്ലെങ്കിൽ നാച്ചുറൽ ഗ്യാസ് വിറ്റിട്ട് വേണം അവർക്ക് പിന്നെ ധനം സമ്പാദിക്കേണ്ടത്. അവരുടെ ഇൻകം, റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുന്ന അതാണ്. ആ റവന്യൂ ഈ രീതിയിലുള്ള പിന്നെ അവർക്ക് റവന്യൂ സമാഹരിക്കാനുള്ള എല്ലാ വഴിയും അടയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ നാണയത്തിന്റെ മൂല്യം താഴോട്ട് പോകും. അങ്ങനെ നാണയത്തിന്റെ മൂല്യം താഴോട്ട് പോവുക ഒരു ഘടകം. രണ്ടാമത്തേത് അവിടുത്തെ ജനാധിപത്യ വിരുദ്ധ സർക്കാർ. അതായത് കാര്യം എന്തൊക്കെ പറഞ്ഞാലും അവിടെ ഒരു തിയോക്രസിയാണ്. തിയോക്രസി എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ നമ്മളെ ഈ ഒരേ സമയം അത് ഓട്ടോക്രസി, അതായത് ഏകാധിപത്യവുമാണ്, അതേസമയം അതിന് മതത്തിന്റെ പിന്തുണയും. അതായത് ഇറാന്റെ പിന്നെ പരമാധികാരി അല്ലെങ്കിൽ പരമോന്നത ഭരണാധികാരിയായ അയത്തുള്ള അലി ഖമൈനി, അദ്ദേഹം ആത്മീയ നേതാവുമാണ്, അതേസമയം അദ്ദേഹം ഭരണകൂടത്തിന്റെ നേതാവും. കാരണം അദ്ദേഹത്തിന്റെ കീഴിലാണ് ഈ പറഞ്ഞ റവല്യൂഷണറി ഗാർഡ്സ് ആർമിയുടെ, ഇറാൻ ആർമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് റവല്യൂഷണറി ഗാർഡ്സ്. ഈ റവല്യൂഷണറി ഗാർഡ്സ് നേരിട്ട് അയത്തുള്ള അലി ഖമൈനിയുടെ കീഴിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് പരിമിതികൾ അവിടെ ഉണ്ട്. അവിടെ ഈ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് അവിടെ നടക്കുന്ന പ്രക്ഷോഭത്തിന്റെ തുടക്കം പൊതുസ്ഥലങ്ങളിൽ ഹിജാബ് ധരിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല എന്ന് പ്രഖ്യാപിച്ച് യുവതികൾ നടത്തുന്ന ഒരു പോരാട്ടത്തിൽ നിന്നാണ് തുടക്കം. അത് മഹിസ അമ്നി എന്ന ഒരു സ്ത്രീ ആണ് ഈ പ്രക്ഷോഭം തുടങ്ങിയ ആദ്യത്തെ രക്തസാക്ഷി. അതൊക്കെ അവിടുത്തെ പ്രക്ഷോഭം. പക്ഷെ അതിനിടയിൽ അമേരിക്ക കടന്നുകൂടിയിട്ട് അമേരിക്കയുടെ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ഇറാനിലെ പ്രക്ഷോഭങ്ങൾക്ക് 2 തലം ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിശ്വാസമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഒന്നാമത്തെ തലം ഇറാനിലെ ജനാധിപത്യ അവകാശങ്ങളുടെ അഭാവം. അത് നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ മറുവശം ഇറാനിലെ ജനത ഇറാനിലെ ഭരണകൂടവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം അവർ പറഞ്ഞു തീർക്കട്ടെ, അതിൽ അമേരിക്ക ഇടപെടേണ്ട കാര്യമുണ്ട്. അവിടെയാണ് അമേരിക്കയുടെ ഒരു ത്രികാല തന്ത്രം, അത് ഒരു കുറുക്കന്റെ ബുദ്ധി. പണ്ട് നമ്മൾ കഥകളിൽ കേട്ടിട്ടുണ്ട്, 2 ആടുകൾ തമ്മിൽ പിന്നെ ഇടിച്ചിട്ട് ആടുകളുടെ ചോര കുടിക്കാനായിട്ട് താഴെ കുറുക്കൻ ഇരിക്കുന്ന ഒരു അവസ്ഥ. ഈ തന്ത്രമാണ് അമേരിക്ക അവിടെ പയറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അവിടെ നമ്മളെ ഏറ്റവും ഒടുവിൽ കേട്ട കണക്ക് 12,000-15,000 അടുത്ത ആൾക്കാര് ഈ പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. അതായത് പിന്നെ പട്ടാളത്തിന്റെയും പോലീസിന്റെയും മറ്റ് സെക്യൂരിറ്റി ഏജൻസികളുടെയും ഒക്കെ മർദ്ദനത്തിനോ അല്ലെങ്കിൽ വെടിവെപ്പിലോ ഒക്കെ കൊല്ലപ്പെട്ടു ഒരു ഭാഗം. അങ്ങനെ കൊല്ലപ്പെട്ട ഇത്രയധികം വലിയ ഒരു ജനസംഖ്യ ആൾക്കാർ ഒരു ഭാഗത്ത്, അവർ ജനാധിപത്യത്തിന് വേണ്ടി അവർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ, അവരെ പിറകിൽ നിന്നും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ജനാധിപത്യ പ്രക്ഷോഭം നടക്കുമ്പോൾ ട്രംപ് ഒടുവിൽ ഒരു എന്താണ് അമേരിക്കയുടെ ഒരു നയമായിട്ട് പറഞ്ഞു, ഇറാനിൽ ഒരു ഭരണകൂട മാറ്റമുണ്ടാകും, അലി ഖമൈനി മാറണം, അവിടുത്തെ ഭരണ വ്യവസ്ഥിതി മാറും, എങ്കിലേ അവിടുത്തെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടും. അപ്പോഴാണ് പഴയ രാജാവായി അവിടുന്ന് പുറത്താക്കപ്പെട്ട ഷായുടെ മകൻ രംഗത്ത് വരികയും ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ പ്രക്ഷോഭകാരികൾക്ക് പിന്തുണയുമായിട്ട് റേസ പഹൽവി എന്ന പഴയ ഭരണാധികാരിയുടെ മകൻ ഇവ രംഗത്ത് എത്തിയിട്ടുണ്ട്. അത് ഒരു ഭാഗത്താണ്. ഇനി മറുഭാഗത്ത് അമേരിക്കയ്ക്ക് ഈ വിഷയത്തിലുള്ള മറ്റൊരു താല്പര്യം അല്ലെങ്കിൽ അമേരിക്കയുടെ ഒരു കൺസേൺ ഇറാന്റെ അണുവായുധ പദ്ധതിയാണ്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇറാന്റെ വിദേശകാര്യ ഉപമന്ത്രി സഹമന്ത്രി, അദ്ദേഹത്തിന്റെ പേര് മജീദ് റാവൻഷി എന്നാണ്, അദ്ദേഹം BBC-ക്ക് ഒരു അഭിമുഖം കൊടുത്തിരുന്നു. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇറാന്റെ പിന്നെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ്, അതായത് യുറേനിയം എൻറിച്ച്മെന്റ്, അതായത് യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതി അത് നിർത്തിവെക്കാം. എങ്ങനെ?
അമേരിക്ക ഇറാന് മേലുള്ള ഉപരോധം നിർത്തിവെക്കാമെങ്കിൽ ഉം. അമേരിക്കയ്ക്ക് ഉം. ആ, പിന്നെ ഇറാന്റെ അണുവായുധ അല്ലെ യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ സന്ദർശിക്കാനും ഈ വിഷയത്തിൽ ഇറാന്റെ ഇപ്പോൾ കൈവശമുള്ള സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം ഉണ്ട്. അത് വെപ്പൺസ് ഗ്രേഡ് യുറേനിയം എന്നാണ്. അതായത് ആയുധം നിർമ്മിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഫോടക കോമ്പണന്റ് ആണ്, വസ്തുവാണ്. ആ വസ്തു ഇറാന് മറ്റൊരു രാജ്യത്തിന് കൈമാറാം. അത് സ്വീകരിക്കാൻ റഷ്യ തയ്യാറാണ്. ഉം. റഷ്യ അതിന് വില കൊടുത്തു. റഷ്യക്ക് ഏതായാലും അണുവായുധമുള്ള രാജ്യമാണ്. ഇപ്പം ഇറാൻ കൊടുത്താലും ഇല്ലെങ്കിലും റഷ്യ അണുവായുധം ഉണ്ടാക്കും. അതുകൊണ്ട് അമേരിക്കയ്ക്ക് അതിനകത്ത് വലിയ പ്രശ്നമില്ല. അപ്പോൾ ഇറാന്റെ കൈവശമുള്ള ഈ സമ്പുഷ്ടീകരിച്ച അണുവായുധം ത്തിൽ ഉപയോഗിക്കാൻ ശേഷിയുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്നും മാറ്റി മറ്റൊരു രാജ്യത്തേക്ക് മാറ്റിയാൽ പിന്നെ തൽക്കാലത്തേക്ക് ഇറാന് ഒരു അണുവായുധം ഉണ്ടാക്കിയിട്ട് ഇസ്രായേലിനോ മറ്റേതെങ്കിലും രാജ്യത്തിന് നേരെ പ്രയോഗിക്കുകയില്ല എന്നുറപ്പാണല്ലോ. കാരണം അവർക്ക് അണുവായുധം ഉണ്ടാക്കാനുള്ള അടിസ്ഥാന വസ്തുവായ പിന്നെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവരുടെ കൈവശമില്ല. ഈ ഒരു നിർദ്ദേശമാണ് ഇറാന്റെ വിദേശകാര്യ സഹമന്ത്രി അമേരിക്കയുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഒമാനിൽ. ഉദ്യോഗസ്ഥ തല ചർച്ചയാണ്. ഇറാന്റെ പ്രതിനിധികളും അതുപോലെ അമേരിക്കയുടെ പ്രതിനിധികളും. ഇതിന് മധ്യസ്ഥം വഹിക്കുന്നത് ഒമാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് ബദർ അൽ ബുസൈദി എന്നാണ്. ബദർ അൽ ബുസൈദിയാണ് ഇതിന്റെ മധ്യസ്ഥനായിട്ടിരിക്കുന്നത്. ഇത് വളരെ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ നിരീക്ഷിക്കുന്നത്. അതിന്റെ ഒരു കാരണം ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒമാൻ ഒരു പ്രത്യേകതയുണ്ട്. അത് സുന്നി ഭൂരിപക്ഷ രാജ്യമല്ല. നമ്മളിൽ പലരും വിചാരിക്കും ഈ പിന്നെ ഒമാന് മറ്റ് ഷിയ രാജ്യമല്ലാത്തത് കൊണ്ട് അത് സുന്നി രാജ്യമായിരിക്കണമെന്നായിരിക്കും പലരുടെയും ധാരണ. യഥാർത്ഥത്തിൽ ഇബാദി എന്നൊരു വിഭാഗമുണ്ട്. നമ്മുടെ നാട്ടിലെങ്ങും ഇല്ലാത്ത ഒരു ഇസ്ലാമിക് വിഭാഗമാണ് ഇബാദികൾ. ആ ഇബാദികൾ ഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഒമാൻ. അവർക്ക് ഷിയാക്കളുമായിട്ട് വലിയ സംഘർഷമില്ല. അപ്പോ ഇറാനും ഒമാനുമായിട്ട് കാലാകാലങ്ങളിലായിട്ട് വലിയ സൗഹൃദമുണ്ട്. ആ സൗഹൃദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാന്റെ പിന്നെ പ്രതിനിധികൾ ഒമാൻ ഒരു ന്യൂട്രൽ വെന്യൂ ആയിട്ട്, ഒരു നിഷ്പക്ഷ രാജ്യമായിട്ട് അംഗീകരിച്ച് അവിടെ വെച്ച് നമുക്ക് ചർച്ച നടത്താം എന്നുള്ള ഒരു അംഗീകാരത്തിലേക്ക് എത്തിയത്. എന്തായാലും ഈ ചർച്ച ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു, മറുഭാഗത്ത് അമേരിക്ക വിദ്യാർത്ഥികളെ ഇളക്കി വിട്ടുകൊണ്ട് വീണ്ടും പ്രക്ഷോഭം ആളിക്കത്തിക്കുന്നു. ഞാൻ ഇതിൽ വിലയിരുത്തുന്നത് തൽക്കാലത്തേക്ക് നേരിട്ട് ഇറാൻ ആക്രമിക്കാനുള്ള ധൈര്യം ഒരു കാരണവശാലും അമേരിക്കയ്ക്ക് ഉണ്ടാകും. അതെന്തുകൊണ്ടാണ്? അതിന്റെ കാരണം ഞാൻ പറയാം. ഒന്ന്, നമ്മൾ ഇപ്പം ലിബിയയിലെ കേണൽ ഗദ്ദാഫിയെ അല്ലെങ്കിൽ ഇറാഖിലെ സദ്ദാം ഹുസൈനെ ഒക്കെ പുറത്താക്കാൻ അമേരിക്കയ്ക്ക് നിസ്സാരമായിട്ട് പറ്റി. കാരണം അവരൊന്നും തന്നെ ഒരേ സമയം ഭരണ നേതൃത്വത്തിന്റെ ഭരണത്തിന്റെ തലവനും മതത്തിന്റെ തലവനും രണ്ട് സ്ഥാനവും വഹിക്കുന്നവരായിരുന്നില്ല. ഈവൻ സൗദി അറേബ്യയിൽ പോലും ഈ സൗദ് കുടുംബം ഭരണത്തിന്റെ തലപ്പത്തും മറ്റേ പിന്നെ മതത്തിന്റെ പിന്നെ ഒരു പൂർണ്ണാധികാരം അവർക്കില്ല. അത് വേറൊരു കുടുംബത്തിന്റെ കൈവശമാണ്. ഈ ഒരു വിഭജനം ബാക്കി എല്ലാ രാജ്യങ്ങളിലും, പക്ഷെ ഇറാനിൽ അതില്ല. ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഭരണവും മതവും രണ്ടിന്റെ തലപ്പത്ത് ഖമൈനിയാണ്. ആത്മീയ നേതാവുമാണ്, ഭരണത്തലവനുമാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ രണ്ട് അധികാരങ്ങൾ ഒരുമിപ്പിച്ചിരിക്കുന്ന അദ്ദേഹത്തിനെ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ, പുറത്താക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് ആത്മീയ പിന്തുണയുണ്ട്, വലിയ പിന്തുണ ആ രാജ്യത്ത് ഒരു വിഭാഗത്തിന്റെ ഉണ്ട്. അവിടെ വലിയ പ്രക്ഷോഭം ഒരു വിഭാഗം നടത്തുമ്പോഴും മറ്റൊരു യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ പിന്തുടരുന്ന ഒരു വിഭാഗം അലി ഖമേനിയുടെ പിന്നിൽ ഇപ്പോഴും പാറ പോലെ ഉറച്ചു നിൽക്കുന്നുണ്ട്. അപ്പോ ആ ശക്തി ചോർത്തിക്കളയാതെ അമേരിക്കയ്ക്ക് ഒരു കാരണവശാലും ഇറാനെ നേരിടാൻ പറ്റില്ല. അല്ല, രണ്ടാമത്തെ കാരണം ചോദിച്ചു. ഇന്നലെ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ ഒരു പാഠം പഠിപ്പിക്കുന്നതാണ് ഇന്നലെ പറഞ്ഞിരുന്നത്. അത് ഏത് സാഹചര്യത്തിലാണ്? ഇത് അമേരിക്കൻ പട്ടാളം അവിടെ ഇറങ്ങുകയാണെങ്കിൽ
ഉം, അമേരിക്കയുടെ ആർമി അവിടെ ലാൻഡ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ വെനിസ്വേലയിലൊക്കെ ലാൻഡ് ചെയ്ത പോലെ അമേരിക്കൻ ആർമി ലാൻഡ് ചെയ്യുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് വേണമെങ്കിൽ അവർക്ക് ടെഹ്റാനിലോ, അതായത് തലസ്ഥാന നഗരമായ ടെഹ്റാനിലോ ഒക്കെ ലാൻഡ് ചെയ്തിട്ട് ഒരു ഇപ്പം ആയുധങ്ങളുടെ ഒക്കെ രീതി മാറിക്കഴിഞ്ഞു. ഉം, നമുക്കറിയാം ഉം, ഇപ്പൊ ഈ ഡയറക്റ്റഡ് എനർജി വെപ്പണൊക്കെ ഉണ്ടായ കാലമാണ്. ഉം, അതായത് ഒരു വെടി പോലും പൊട്ടിക്കാതെ ഈ ഹൈ എനർജി പുറത്തു വിടിയിച്ചിട്ട് ഉം, വലിയ ഊർജ പ്രവാഹം നടത്തിയിട്ട് ഈ ഉം, പിന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ആകെ തകർക്കും. ഉം, തകർത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പല തോക്കുകൾ പോലും അത്തരം പിന്നെ ഇലക്ട്രോണിക് സംവിധാനങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന ഉം, ഉം, അതൊക്കെ തകർത്ത് ഉം, ഒറ്റയടിക്ക് ഉം, പക്ഷെ ഇത് അധിക സമയത്തേക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രോണിക് വാർഫെയർ നടത്താൻ പറ്റില്ല. ഇത് കൂടി ഉം, വന്നാൽ എനിക്ക് എൻ്റെ ഒരു വിലയിരുത്തൽ 1 മണിക്കൂറിലധികം ഇത്തരം ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞാൽ ഉം, വീണ്ടും പല സിസ്റ്റവും വീണ്ടും നേരെയാണ്. ഉം, അപ്പം വെനിസ്വേലയ്ക്കൊക്കെ ഒരു ചെറിയ പട്ടാളമാണ് ഉണ്ടായിരുന്നത്. ഉം, അതിൽ തന്നെ ഒരു വിഭാഗത്തെ അമേരിക്ക കൈക്കൂലി കൊടുത്ത് കൈവശപ്പെടുത്തി. പക്ഷെ ഉം, ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു വ്യത്യസ്ത മതം പിന്തുടരുന്ന ആൾക്കാരാണ്. വെനിസ്വേലയിൽ ക്രിസ്ത്യാനികളായിരുന്നു. അപ്പൊ അവർക്ക് ഈ ഉം, മതപരമായിട്ടുള്ള സംഘർഷം അവിടെ ഇല്ല. ഉം, മറ്റൊരു മതക്കാരൻ വന്ന് തങ്ങളെ കീഴടക്കുവല്ല ഇവിടെ. പക്ഷെ ഇറാനിൽ അങ്ങനെയല്ല. രണ്ട് വിശ്വാസങ്ങളാണ്. സ്വാഭാവികമായിട്ട് അമേരിക്കൻ സൈന്യം അവിടെ ഇറങ്ങിയാൽ അമേരിക്കൻ സൈന്യത്തിന് പിന്നീട് തിരിച്ചു ഈ പറയുന്ന 1 മണിക്കൂറിനുള്ളിൽ അവരുടെ ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ ഉം, വലിയ ദുരന്തമായി. ഉം, അമേരിക്കൻ സൈന്യം മുഴുവൻ അവിടെ പിന്നെ തളയ്ക്കപ്പെടും. പിന്നീട് ഉം, അമേരിക്കയ്ക്ക് അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഉം, ഉം, അമേരിക്കയ്ക്ക് ഈ ഒരു അനുഭവം പണ്ട് ഇറാനിലുണ്ടായിരുന്നു. ഉം, 1979 അമേരിക്കൻ എംബസി ഇറാനിൽ ഇറാനിലെ ഈ ഷിയ പിന്നെ അതായത് ഖമൈനിയുടെ ആൾക്കാര് എംബസി വളഞ്ഞിട്ട് അവരെ ബന്ദികളാക്കി. ഉം, അന്ന് ജിമ്മി കാർട്ടർ ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഉം, ഈ ഉദ്യോഗസ്ഥന്മാരെ രക്ഷിക്കാനായിട്ട് അമേരിക്ക ഒരു ഓപ്പറേഷൻ നടത്തി. അമേരിക്കയുടെ ഹെലികോപ്റ്ററുകളിലും വിമാനത്തിലും ഒക്കെ വന്ന പാരച്യൂട്ടിൽ ഇറങ്ങിയ ഭടന്മാര് പെട്ടെന്ന് ഇതിനുള്ളിൽ കയറി. പക്ഷേ അവർ വിചാരിച്ച പോലെ ഓപ്പറേഷൻ നടന്നില്ല. ഉം, അവർക്ക് ഈ ബന്ദികളെ ഒന്നും രക്ഷിക്കാൻ പറ്റിയില്ല. അവിടെ വെടിവെപ്പും ഒക്കെയായി. ഈ പിന്നെ വന്ന ഭടന്മാരും നിരവധി പേര് കൊല്ലപ്പെട്ടു, ബന്ദികളും കൊല്ലപ്പെട്ടു. ഉം, പിന്നെ ഖമൈനിയുടെ അനുയായികളും കൊല്ലപ്പെട്ടു. അതൊരു ദുരന്തത്തിലാണ് കലാശിച്ചത്. അതോടെ അമേരിക്കയിൽ കാർട്ടറുടെ ജനപിന്തുണയും പോയി. പിന്നെ റേഗൻ വരുമായിരുന്നു ചെയ്തത്. ഉം, ഉം. അപ്പൊ അത്തരം പിന്നെ ഒരു തെറ്റായ ഇടപെടലിന്റെ പ്രത്യാഘാതം എന്തായിരിക്കുമെന്ന് അമേരിക്കയ്ക്ക് ഒരു ചരിത്രമുണ്ട് ഇറാനിൽ. അത് മാത്രമല്ല, കഴിഞ്ഞ ഖത്തറിൽ അവര് മിസൈൽ അയച്ചുള്ള ഒരു സംഭവം ഉണ്ടായല്ലോ. അതെ, അത് പശ്ചിമേഷ്യയിൽ അവരുടെ താവളങ്ങൾ, അമേരിക്കയുടെ താവളങ്ങളിലേക്ക് മിസൈൽ അയക്കാനുള്ള എല്ലാ സംവിധാനം ഇറാനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ ആക്രമിക്കുമ്പോൾ പശ്ചിമേഷ്യ മുഴുവൻ അവിടെ എല്ലാം ആ അന്തരീക്ഷം, അതായത് സമാധാന അന്തരീക്ഷം തകരുകയും പശ്ചിമേഷ്യയിൽ നിന്നുള്ള പിന്തുണ, അറബ് രാജ്യങ്ങളുടെ പിന്തുണയും അമേരിക്കയിൽ നഷ്ടപ്പെടും എന്നുള്ള ഒരു കാര്യം കൂടി ഇല്ലേ ഇതിനകത്ത്? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ സൈനിക താവളമാണ് ഖത്തറിലെ അൽ ഉദീദ്. ഉം, അൽ ഉദീദിലെ പിന്നെ ഏതാണ്ട് 15,000-ഓളം അമേരിക്കൻ സൈനികർ, അമേരിക്കയുടെ F-35 ഉൾപ്പെടെയുള്ള വിമാനങ്ങളും അതുപോലെ MH-60 റോമിയോ ഹെലികോപ്റ്ററുകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംവിധാനം അവിടെ അവിടേക്കൊരു ആക്രമണം, ഒരു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ ഏതെങ്കിലും ഒരു 2 മിസൈലെങ്കിലും ഈ പിന്നെ മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചകത്തേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും, വലിയ നാശനഷ്ടം ഉണ്ടാകും. ഒരു കാര്യം കൂടെ, ഈ മിഡിൽ ഈസ്റ്റിലുള്ളിടത്ത് മാത്രമല്ല, ഇറാൻ മറ്റൊരു വാർണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്. അമേരിക്കയുടെ പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഗൾഫിലുള്ള സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നതിനേക്കാൾ അമേരിക്ക പേടിക്കുന്നത് ഇപ്പം ചഗായ് കുന്നുകളിലുമൊക്കെയുള്ള പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കസ്റ്റഡിയിലാണ്. ഇതിപ്പോ ലോകത്ത് എല്ലാവർക്കും അറിയാം. ആ കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതൊരു മഹാദുരന്തമായിട്ട് മാറും. അതൊരു ന്യൂക്ലിയർ സ്ഫോടനം ഉണ്ടാവില്ല, പക്ഷേ റേഡിയോ ആക്റ്റീവ് ലീക്ക് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ഇത് ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതായിരിക്കും അമേരിക്കയെ കൈവിട്ടു. അതുകൊണ്ട് അമേരിക്ക ഒരു കാരണവശാലും ഇറാന്റെ ഭരണകൂടത്തിൽ വിള്ളലുകളില്ലാതെ
അവരൊറ്റക്കെട്ടായി ഖമേനിയും അനുയായികളും തമ്മിൽ ഒറ്റക്കെട്ടായി നിൽക്കുന്നിടത്തോളം കാലം അമേരിക്ക ആക്രമിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ പറയുന്ന യുദ്ധം നീട്ടിക്കൊണ്ടുപോയി അവിടെ പ്രതിസന്ധി സൃഷ്ടിച്ച് എന്നിട്ട് ഇറാനെ പിടിച്ചെടുക്കാനായിരിക്കും അമേരിക്ക ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സമയം നമുക്ക് ഒരുപാട് പരിമിതമാണ്. ഓക്കെ, അതായത് നമ്മൾ ചുരുക്കുകയാണെങ്കിൽ കൺക്ലൂഷൻ പോവുകയാണെങ്കിൽ ഇറാന്റെ ഉള്ളിൽ ആഭ്യന്തര കലഹം ഉണ്ടാക്കുകയും അവരുടെ ഉള്ളിൽ തന്നെ വിള്ളലുണ്ടാക്കി അവരുടെ ശക്തി ചോർച്ചയുണ്ടാക്കി അങ്ങനെ ആ അവസ്ഥയിൽ ഇറാൻ ആക്രമിക്കുക എന്നുള്ള തന്ത്രമാണ് അമേരിക്ക ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അമേരിക്ക അങ്ങനെ അതിന് സമയം കാത്തിരിക്കുകയായിരിക്കാം എന്ന് നിങ്ങൾക്ക് കരുതാം അല്ലേ? അങ്ങനെ കൺക്ലൂഡ് ചെയ്യും. തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു.